ടണൽ അഗ്രോഫാം നഴ്സറി ചെറുവാഞ്ചേരി. മട്ടന്നൂർ നഗരസഭാ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ച് UDF കൗൺസിലർമാർ ഇറങ്ങിപ്പോയി. നഗരസഭയിലെ തകർന്ന റോഡുകൾ ഗതാഗത യോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇറങ്ങിപ്പോയത്. വസ്തുതയറിഞ്ഞും UDF അംഗങ്ങൾ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് ഭരണസമിതി. നഗരസഭയിലെ ഒട്ടുമിക്ക റോഡുകളും തകർന്നു കിടക്കുകയാണെന്നും ഗതാഗത യോഗ്യമാക്കാൻ നടപടി സ്വീകരിക്കുന്നില്ല. കിഫ്ബിയിലെ കുടിവെള്ള വിതരണ പദ്ധതിയുടെ പ്രവൃത്തി നീളുന്നതിനാൽ ദുരിതം വർദ്ധിക്കുന്നു. ചെക്യാട്ടുവയൽ ഡ്രൈനേജ് നിർമ്മാണം പാതി വഴിയിൽ, ദ്രവമാലിന്യ പ്ലാന്റ് നിർമ്മാണം എങ്ങുമെത്തിയില്ല തുടങ്ങിയ പ്രശ്നങ്ങൾ ഉയർത്തിയാണ് UDF അംഗങ്ങൾ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയത്. ഇത് സംബന്ധിച്ച് UDF കൗൺസിലർമാരായ P. രാഘവൻ, PP. അബ്ദുൾ ജലീൽ എന്നിവർ ചേർന്ന് നഗരസഭാ ചെയർമാൻ N. ഷാജിത്തിന് എഴുതി നൽകിയാണ് കൗൺസിൽ യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയത്. തുടർന്ന് നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു. അധികാരികളെ ഉയരുന്നു, ജനാധിപത്യ പ്രതിഷേധം, UDF സിന്ദാബാദ്, സമരം. റോഡുകൾ തകർന്നു കിടക്കുന്നതിനാൽ കാൽനടയാത്ര പോലും സാധ്യമല്ലാതായി. തുടർ പ്രക്ഷോഭങ്ങൾക്ക് UDF നേതൃത്വം നൽകുമെന്ന് കൗൺസിലർ PP. അബ്ദുൾ ജലീൽ പറഞ്ഞു. ഇത്തരത്തിലുള്ള ഒരു പ്രക്ഷോഭത്തിന് നാന്ദി കുറിച്ചുകൊണ്ട് UDFന്റെ കൗൺസിലർമാർ ഇന്ന് സമരരംഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഈ 3.5 വർഷക്കാലം ഈ ഭരണസമിതി കൊണ്ട് ഇതുവരെ ഒരു സമരത്തിൻ്റെ മേഖലയിലേക്ക് ഞങ്ങൾ പോയിട്ടില്ല. കാരണം പറയുന്നതൊക്കെ ഞങ്ങൾ വിശ്വസിച്ചു, ഇന്ന് തരും നാളെ തരുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ വീണ്ടും പറഞ്ഞു പറ്റിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. ഇതിനെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടം വരുന്ന ആളുകളിൽ UDFന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അതിനുള്ള നാന്ദിയാണ്, അതിനുള്ള ഒരു പ്രത്യക്ഷമായിട്ടുള്ള സമരപരിപാടിയിലേക്കുള്ള ഒരു. നഗരസഭയിലെ ജീവനക്കാർ SIRന്റെ ഭാഗമായി BLOമാരായി പോയി. കൂടാതെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം മട്ടന്നൂർ നഗരസഭയ്ക്കും ബാധകമാക്കി. ഇത് പദ്ധതി നിർവഹണത്തിന്റെ വലിയൊരു കാലയളവ് നഷ്ടമാക്കി. 1 മാസത്തിനുള്ളിൽ 8ഓളം കോൺക്രീറ്റ് റോഡുകൾ ഉദ്ഘാടനം ചെയ്തത്. ഇതിൽ ഭൂരിഭാഗം റോഡുകളും പരാതി പറയുന്ന കൗൺസിലർമാരുടെ വാർഡുകളിലാണെന്നും നഗരസഭാ ചെയർമാൻ N. ഷാജിത്ത് പറഞ്ഞു. ഈ വാർഷിക പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട പ്രതിസന്ധിയായി ഉണ്ടായിരുന്നത് ഒന്ന്, SIR നടപടിക്രമങ്ങൾ വന്നപ്പോൾ നഗരസഭയിലെ ഭൂരിഭാഗം ജീവനക്കാർ BLOമാരായി പോയതുകൊണ്ട് ഒരു ചെറിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു. അതോടൊപ്പം 3 മാസക്കാലത്തോളം തദ്ദേശഭരണ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമുക്ക് കൂടി പെരുമാറ്റച്ചട്ടം ബാധകമാക്കി. അപ്പോൾ ഇങ്ങനെ നമുക്ക് പദ്ധതി നിർവഹണത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ നഷ്ടപ്പെട്ടതുകൊണ്ട് അല്പം വൈകിയിട്ടുണ്ട് പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ. അത് എല്ലാ അംഗങ്ങൾക്കും ബോധ്യമുള്ള കാര്യവുമാണ്. പിന്നെ അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളുണ്ടാക്കി മറ്റേതെങ്കിലും രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള രീതിയോട് ഒരു തരത്തിൽ യോജിപ്പില്ല. കിഫ്ബിയുടെ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന് റോഡ് കീറിയതിനാൽ പൊടിശല്യവും വാഹനങ്ങൾ കടന്നുപോകാൻ പ്രയാസവുമുണ്ട്. ഇത്രയും വലിയൊരു പദ്ധതി പൂർത്തീകരിക്കാൻ സമയമെടുക്കും എന്നത് കൗൺസിലർമാരെയും വാർഡ് സഭകളിലൂടെ ജനങ്ങളെയും ബോധ്യപ്പെടുത്തിയതാണ്. പാലോട്ടുപള്ളി വെമ്പടി റോഡിന്റെ നിർമ്മാണം തടസ്സപ്പെടാൻ കാരണം 29 കുടുംബങ്ങൾ ഹൈക്കോടതിയിൽ കൊടുത്ത കേസ് കാരണമാണെന്നും പ്രതിസന്ധിയില്ലാത്ത ഭാഗത്ത് ടാറിംഗ് ആരംഭിച്ചതായും ചെയർമാൻ പറഞ്ഞു. അതുകൊണ്ട് റോഡുകൾ പുതുതായി വരുന്നുണ്ട്. പിന്നെ ചില റോഡുകൾ കിഫ്ബിന്റെ കുടിവെള്ള പദ്ധതിന്റെ ഭാഗമായിട്ട് പൈപ്പിൽ ഇടുന്നതിനോട് കീറിയിട്ടുണ്ട്. ഒരു വലിയ പദ്ധതി വരുമ്പോൾ സ്വാഭാവികമായും കുറച്ചു കാലം ബുദ്ധിമുട്ടുണ്ടാവും. ഒരു 6 മാസക്കാലെങ്കിലും നമുക്ക് ഈ 326 കിലോമീറ്റർ പൈപ്പ് ലൈൻ ഇടുന്നത് വരെയുള്ള ഒരു പ്രതിസന്ധിയുണ്ട്. പൊടിശല്യമുണ്ട്, വാഹനങ്ങൾ പോകുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. ഇതൊക്കെ പരിഹരിക്കാനുള്ള നടപടികൾ കൂടി കരാറിൻ്റെ ഭാഗമാണ്. എല്ലാ വീടുകളിലും വെള്ളം എത്തിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ റീസ്റ്റോറേഷൻ പ്രവൃത്തി ആരംഭിക്കുകയുള്ളൂ. ഇതൊക്കെ നേരത്തെ മുൻകൂട്ടി തന്നെ കൗൺസിലർമാരോട് പറഞ്ഞതും വാർഡ് തലത്തിൽ വാർഡ് സഭകളെ വിളിച്ച് കൃത്യമായി വിശദീകരിച്ചതുമാണ്. അതിൻ്റെ പേരിൽ റോഡൊക്കെ തകർന്നിരിക്കുകയാണെന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ താല്പര്യമുള്ള സ്റ്റേറ്റ്മെന്റാണ് പല ഭാഗത്തുനിന്നും കാണുന്നത്. കളറോഡ്, കീച്ചിരി റോഡ് നഗരസഭയിലെ പ്രധാനപ്പെട്ട റോഡാണെന്നും അതിന് 50 ലക്ഷം നവീകരണത്തിന് മാറ്റിവെച്ച് ടെൻഡർ ആയതാണ്. മാർക്കറ്റ് കോംപ്ലക്സ് നിർമ്മാണം ആരംഭിക്കാൻ പോവുകയാണെന്നും അതിന്റെ സാങ്കേതികത്വം കൗൺസിലിനെ അറിയിച്ചതാണ്. UDF കൗൺസിലർമാരുടെ ബഹിഷ്കരണത്തെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും ചെയർമാൻ പറഞ്ഞു. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ. നിങ്ങളുടെ വീട്, നിങ്ങളുടെ അഭിമാനം, ഒപ്പം ഞങ്ങളുടെയും. വീടും പരിസരവും പ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാക്കാൻ ടണൽ അഗ്രോഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി.
ബോൺസായി, ഓർണമെന്റൽ, എക്സോട്ടിക്, ഇൻഡോർ, ഔട്ട്ഡോർ, ഫ്രൂട്ട് പ്ലാന്റുകളുടെ വിപുലമായ ശേഖരം. ലാൻഡ്സ്കേപ്പിംഗ്, ഡിസൈനിംഗ് ആൻഡ് ഗാർഡനിംഗ് രംഗത്ത് വിദഗ്ധരുടെ സേവനം. ഇനി നിങ്ങളുടെ പൂന്തോട്ടം മനസ്സുപോലെ മനോഹരം. The biggest nursery in Kannur district since 1997, approved by Government of Kerala.